ചെറിയ സിനിമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മൂവി 2025 ഓഗസ്റ്റിൽ റിലീസായ വെപ്പൻസ് എന്ന മൂവിയാണ്. ഇപ്പോൾ ഇത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ മൂവി ചെയ്യാമെന്ന് കരുതി. മൂവിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന്റെ കഥ മാത്രമാണ് പറയുന്നത്, പക്ഷേ ചിത്രീകരിച്ചിരിക്കുന്ന രീതി ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഒരു വോയിസ് ഓവറോട് കൂടിയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു യഥാർത്ഥ കഥയാണ്. 2 വർഷം മുൻപ് മേബ്രൂക്ക് എന്ന ഞങ്ങളുടെ ചെറിയ പട്ടണത്തിൽ നടന്ന ഒരു ഭയാനകമായ സംഭവം. ഈ കഥ നിങ്ങൾ വാർത്തകളിലോ പത്രങ്ങളിലോ കണ്ടെന്നുവരില്ല. കാരണം ഇത് പരിഹരിക്കാൻ കഴിയാത്തതിലുള്ള നാണക്കേട് കാരണം പോലീസും അധികാരികളും ഇതെല്ലാം എല്ലാരിൽ നിന്നും മറച്ചുവെച്ചു. കഥ തുടങ്ങുന്നത് മേബ്രൂക്ക് എലിമെന്ററി സ്കൂളിലാണ്. ജസ്റ്റിൻ ഗാൻഡി എന്ന പുതിയ ടീച്ചർ ഒരു സാധാരണ ദിവസം പോലെ തന്റെ 3ാം ക്ലാസ് മുറിയിലേക്ക് വന്നു. എന്നാൽ അന്നാ മുറി ശൂന്യമായിരുന്നു. 18 കുട്ടികളുള്ള ക്ലാസ്സിൽ അലക്സ് ലിലി എന്ന ഒരു കുട്ടി മാത്രം ഹാജരായിരുന്നു. തലേ ദിവസം രാത്രി കൃത്യം 2:17 ആ ക്ലാസ്സിലെ മറ്റെല്ലാ കുട്ടികളും ഒരേ സമയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം വീടുകളിൽ നിന്നിറങ്ങി ഇരുട്ടിലേക്ക് അപ്രത്യക്ഷരായിരുന്നു. നാട്ടുകാർ ഭയത്തിലും ദുഃഖത്തിലുമായി. പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല. കുട്ടികൾ തനിയെ ഇറങ്ങിപ്പോയതാണെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഏകസാക്ഷിയായ അലക്സിന് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാവരുടെയും സംശയമുന ടീച്ചറായ ജസ്റ്റിൻ ഗാൻഡിക്ക് നേരെ തിരിഞ്ഞു. ഒരു സ്കൂൾ മീറ്റിംഗിൽ വെച്ച് രക്ഷിതാക്കൾ അവളെ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ട് നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രം എന്ന ചോദ്യത്തിന് അവൾക്കുത്തരമില്ലായിരുന്നു. ജസ്റ്റിൻ മാനസികമായി തകർന്നു. ഭീഷണി ഫോൺ കോളുകളും മന്ത്രവാദിനി എന്ന കാറിൽ എഴുതിവെച്ചുള്ള ആക്രമണങ്ങളും അവളെ ഒറ്റപ്പെടുത്തി. അവൾക്കാകെയൊരു ആശ്വാസം അവളുടെ മുൻ കാമുകനും പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന പോളായിരുന്നു. എന്നാൽ അവനും അവളെ പൂർണ്ണമായി വിശ്വസിച്ചില്ല. ജസ്റ്റിൻ സ്വന്തം നിലയ്ക്ക് അന്വേഷണം തുടങ്ങി. അവളുടെ സംശയം അലക്സിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവൾ രഹസ്യമായ അലക്സിന്റെ വീടിനടുത്ത് ചെന്നപ്പോൾ ആ വീടിന്റെ ജനലുമേൽ ടേപ്പ് വെച്ച് മറച്ചിരിക്കുന്നത് കണ്ടു. അവൾക്കെന്തോ പന്തികേട് തോന്നി. ഈ വിവരം സ്കൂൾ പ്രിൻസിപ്പലായ മാർക്കസിനെ അറിയിച്ചപ്പോൾ അയാൾ അവളെ വിലക്കി. എന്നാൽ പിന്നീട് മാർക്കസ് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ജസ്റ്റിനെ നടു റോഡിലിട്ട് ക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചു. ആ സമയം അവിടെ എത്തിയ ആർച്ചർ ഗ്രാഫ് എന്ന ആളാണ് അവളെ രക്ഷിച്ചത്. ആർച്ചർ കാണാതായ കുട്ടികളിൽ ഒരാളായ മാത്യുവിന്റെ അച്ഛനായിരുന്നു. ആർച്ചറും സ്വന്തമായി അന്വേഷിക്കുകയായിരുന്നു. കാണാതായ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് ഒരു പ്രത്യേക ദിശയിലേക്കാണ് ഓടിപ്പോയതെന്ന് അയാൾ കണ്ടെത്തി. ആ വരകൾ എല്ലാം കൂടിച്ചേരുന്നത് അലക്സ് ലില്ലിയുടെ വീടിന് സമീപമായിരുന്നു. ജസ്റ്റിനും ആർച്ചറും ഒരുമിച്ച് അലക്സിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതിന്റെ എല്ലാം ഉത്തരം ഒളിഞ്ഞിരുന്നത് അലക്സിന്റെ ഓർമ്മകളിലായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അലക്സിന്റെ വീട്ടിലേക്ക് അവന്റെ അമ്മയുടെ അമ്മായിയായ ഗ്ലാഡിസ് താമസിക്കാൻ വന്നു. അസുഖം ബാധിതരാണെന്നും വേറെ ആരുമില്ലെന്നും പറഞ്ഞാണ് അവർ വന്നത്. എന്നാൽ ഗ്ലാഡിസ് ഒരു സാധാരണ സ്ത്രീയല്ലായിരുന്നു. അവളൊരു പരാതജീവിയെപ്പോലെയായിരുന്നു. മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു തരം ദുഷ്ടശക്തി. ആദ്യം അവൾ അലക്സിന്റെ മാതാപിതാക്കളെ അവളുടെ നിയന്ത്രണത്തിലാക്കി. അവരെ സംസാരിക്കാനോ ചലിക്കാനോ കഴിവില്ലാത്ത പാവകളെപ്പോലെയാക്കി. കൊച്ചുകുട്ടിയായ അലക്സിനെ അവൾ ഭീഷണിപ്പെടുത്തി. നീ ആരോടെങ്കിലും ഇതേക്കുറിച്ച് പറഞ്ഞാൽ നിന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ പരസ്പരം കൊല്ലിക്കും. പേടിച്ചുപോയ അലക്സ് എല്ലാം രഹസ്യമായി വെച്ചു. എന്നാൽ ഗ്ലാഡിസിന് ജീവിക്കാൻ കൂടുതൽ ഊർജ്ജം ആവശ്യമായിരുന്നു. അവൾ അലക്സിനോട് അവന്റെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും ഓരോ സാധനം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്താൽ താൻ സുഖം പ്രാപിച്ച് തിരികെ പോയിക്കൊള്ളാമെന്ന് അവൾ വാക്കുകൊടുത്തു. മാതാപിതാക്കളെ രക്ഷിക്കാൻ വേണ്ടി അലക്സ് അത് ചെയ്തു. ആ വസ്തുക്കളിലൂടെ ഗ്ലാഡിസ് ആ കുട്ടികളെയെല്ലാം തന്റെ നിയന്ത്രണത്തിലാക്കി. അങ്ങനെയാണ് ആ രാത്രി 17 കുട്ടികളും ഒരേ സമയം ഇറങ്ങിപ്പോയത്. അവൾ അവരെ തന്റെ ഊർജ്ജത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. ജസ്റ്റിനും ആർച്ചറും അലക്സിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഭീകര അന്തരീക്ഷമായിരുന്നു. ഗ്ലാഡിസിന്റെ നിയന്ത്രണത്തിലായി പോലീസുകാരൻ പോൾ ഒരു ഭ്രാന്തനെ പോലെ അവരെ ആക്രമിച്ചു. വീടിന്റെ ബേസ്മെന്റിൽ ചലനമറ്റ കണ്ണുകളുമായി ആ 17 കുട്ടികളും നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്ലാഡിസിന്റെ നിയന്ത്രണത്തിലായ അലക്സിന്റെ മാതാപിതാക്കളും അവരെ ആക്രമിച്ചു. ഒരു ഘട്ടത്തിൽ പോരാട്ടത്തിനിടയിൽ അലക്സ് ഗ്ലാഡിസ് സ്ഥാപിച്ചൊരു മന്ത്രവടി പൊട്ടിക്കും. അതോടെ ഗ്ലാഡിസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സ്വബോധം വീണ്ടെടുത്ത കുട്ടികൾ ഭീകരരൂപികളായി തങ്ങളെ അടിമയാക്കിയ ഗ്ലാഡിസിന് നേരെ തിരിഞ്ഞു. അവരവളെ വലഞ്ഞിട്ട് ആക്രമിച്ചു. ഒടുവിൽ അവളെ ഇല്ലാതാക്കി. ഗ്ലാഡിസിന്റെ മരണത്തോടെ എല്ലാവരും സ്വതന്ത്രരായി. കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെ തിരികെ കിട്ടി. സംഭവിച്ച കാര്യങ്ങളുടെ ഭീകരത കാരണം അവരിൽ പലർക്കും സംസാരശേഷി വീണ്ടെടുക്കാൻ വർഷങ്ങളെടുത്തു. അലക്സിന്റെ മാതാപിതാക്കൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചില്ല. അവരെ ഒരു പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. അലക്സ് മറ്റൊരു പട്ടണത്തിലേക്ക് അവന്റെ വേറൊരു അമ്മായിയുടെ കൂടെ താമസിക്കാൻ പോയി. പട്ടണത്തിലെ അധികാരികൾക്ക് ഈ അവിശ്വസനീയമായ കഥ എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ സത്യം പുറം ലോകത്തു നിന്നും മറച്ചുവെച്ചു. പക്ഷെ മേബ്രൂക്കിലെ ഓരോരുത്തർക്കും ആ രാത്രിയുടെ ഭീകരമായ ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുന്നു. മറ്റൊരു ചിത്രവുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ